എല്ലാവർക്കും നമസ്കാരം. സെറീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ചേർത്തിട്ട് ഒരു അടിപൊളി സാലഡ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് വെജിറ്റബിൾസ് ഉള്ളത്, ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സിലുള്ള ഒരു മധുരം, പുളിയും അതേപോലെ തന്നെ വെജിറ്റബിൾസിലുള്ളതും ഒക്കെ കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചപ്പാത്തിയിലും കുബൂസിലൊക്കെ നമുക്ക് റോൾ ചെയ്തിട്ട് ഇത് കഴിക്കാനും നല്ലതാണ് കേട്ടോ. കുട്ടികളൊക്കെ കഴിച്ചോളും ഇതേപോലെ കൊടുത്താൽ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു സോസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒലിവ് ഓയിലാണ് എടുക്കുന്നത്. നമ്മുടെ ഫ്രൂട്ട്സിനും വെജിറ്റബിൾസും എത്രയാണ് നമ്മൾ ചേർക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഒലിവ് ഓയിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം എടുക്കുന്നുണ്ട്. ഞാനൊരു കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 വെളുത്തുള്ളി നന്നായി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ കുരുമുളകാണ് വേണ്ടത്. 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞത് അത് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുന്നതിനേക്കാളും മുന്നേ തന്നെ നമുക്കിതിലേക്ക് ഈ സോസ് തയ്യാറാക്കിയിട്ട് ആദ്യം വെക്കാം കേട്ടോ. അപ്പോൾ നന്നായി എല്ലാം കൂടെ ഒന്ന് മിക്സായി ഇരുന്നോട്ടെ. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് എല്ലാം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. കുറേ കൂടുതൽ ഉണ്ടാക്കുന്നില്ല, കുറച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കണക്കാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇതേ ഒരു വലുപ്പത്തിലുള്ള തന്നെ കുറച്ച് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ അപ്പം നമ്മൾ ആ കപ്പിൽ എത്രയാളെന്ന് അതിനനുസരിച്ചിട്ട് കൂടിയാലും കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് പിന്നെ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം കുറച്ച് കുക്കുംബർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി അതിൻ്റെ ഉള്ളിലുള്ള ഒരു പിന്നെ കുരുവൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞതിൻ്റെ ശേഷമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ ചേർക്കുമ്പോൾ നന്നായി ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അതൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓറഞ്ച് എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലിയോടുകൂടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഇത് തൊലി കളഞ്ഞിട്ട് എടുത്ത് അല്ലി മാത്രം എടുത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാൻ തൊലിയോട് കൂടിയിട്ടാണ് എടുത്ത് ഇടാറ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് അനാറും കൂടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില അങ്ങനെ അരിഞ്ഞെടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ടല്ല, നല്ല നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിച്ചപ്പ് ഇടുന്നത് പോലെ പുതിനയില ഇടണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കടിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ അരിഞ്ഞത് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ സോസ് ഒഴിക്കുക. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അതൊഴിച്ചതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ക്യാരറ്റ് ഇട്ടിട്ടില്ലാന്ന്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ അത് ഇടാൻ വിട്ടുപോയി. ഇനി നമുക്ക് ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോസൊക്കെ നമ്മൾ ആദ്യം ചേർത്തല്ലോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ എപ്പോഴാണ് കഴിക്കണത് ആ സമയത്ത് മാത്രം സോസ് ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ അത് വെള്ളം മൂറി വരും. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമ്മൾ കഴിക്കേണ്ട ആ ഒരു സമയമായി കഴിഞ്ഞാൽ സോസ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താൽ മതി. അധികം ഉപ്പിടരുത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇതിൽ ഫ്രൂട്ട്സും കൂടെ ഉള്ളതാണല്ലോ, അപ്പോൾ അധികം ഉപ്പിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഇടയിൽ ആ പുതിനയുടെ ഇല, അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഓർഗാനോ ഒക്കെ ചേർത്തത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. പിന്നെ അതിലേക്ക് വേറെ പച്ചമുളകോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഒന്നും ചേർക്കുന്നില്ല. അതൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. പക്ഷേ ഇതൊരു കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാലഡാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് എരിവില്ലാതെ തന്നെ കഴിക്കാൻ പറ്റുള്ളൂ. ചെറുതായി കുരുമുളകിൻ്റെ ഒരു എരിവല്ലേ ഉണ്ടാവുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി കാണാം.